ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പച്ചക്കായ കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയെല്ലാം ഇത് സൈഡായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. കുട്ടികൾക്കെല്ലാം ഇത് ചോറിൻ്റെ കൂടെ കൊടുത്താൽ ഒരു ചോറെല്ലാം നന്നായിട്ട് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പച്ചക്കായ എടുത്ത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നമുക്കതിൻ്റെ ഒരു പച്ചക്കായ്ക്കൊരു കറയുണ്ടല്ലോ, അത് കറ കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളത്തിലാണ് ഞാനിവിടെ ഇട്ട് വയ്ക്കുന്നത്. അല്പം കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലെടുത്ത് നമ്മൾ അരിഞ്ഞിട്ടുള്ള ഈ പച്ചക്കായ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കഷ്ണങ്ങളെല്ലാം പച്ചക്കായെല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ച് ആ കഞ്ഞിവെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. കൈകൊണ്ട് പതുക്കെ ഒന്ന് ഞെരടി കൊടുത്താൽ അതിൻ്റെ കറയെല്ലാം പോവും. ഇനി നമുക്ക് ഇതൊന്നുകൂടെ കഴുകിയെടുത്ത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കായ കഷ്ണങ്ങളെല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചാണ് തോരൻ തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കത്തിച്ച് അതിലേക്ക് ഞാൻ പച്ചക്കായയും ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിലേക്ക് 1 കപ്പ് തേങ്ങയും 5 പച്ചമുളകും 4-5 വെളുത്തുള്ളി അല്ലിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഞാൻ ഈ അരപ്പിന് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ട് തരിതരപ്പായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ആ പച്ചക്കായ വെന്തിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. നമുക്കത് ഈ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ഈ പച്ചക്കായ കഷ്ണങ്ങളുമായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടി നമുക്ക് അല്പം നേരം ഒന്ന് മൂടി വയ്ക്കാം. പിന്നീട് വീണ്ടും തുറന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് ആക്കി വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ പച്ചക്കായ തോരൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊരു താളിച്ച് ചേർക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ അല്പം കടുകും ചുവന്നമുളകും പൊട്ടിക്കാം. പിന്നീട് 2-3 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോഴേക്കും ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അത് നമുക്ക് ഈ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. കായ കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നവരുണ്ടാകും. എന്നാൽ കായ കൊണ്ട് ഇതുപോലെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ നല്ല രുചികരമായിട്ടായിരിക്കും ഉണ്ടാകുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.